അടിച്ച് ഓടോ നൈസ്. ഇന്നിപ്പോൾ നമുക്ക് മൂന്നാമത്തെ മീനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രോഗ് എത്ര പോരാ, അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഒന്ന് ഫ്രോഗ് മാറ്റി പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ഇവിടുത്തെ കട, നമ്മുടെ അടുത്തുള്ള കട കേട്ടോ. എന്തായാലും നമ്മളെ റിയൽ ലൈഫ് ഫ്ലോഗ് എന്ന് പറയുന്നതാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പണിക്ക് പോകുന്നതോട് കാണിക്കാം എന്താണ് ഞങ്ങളുടെ വർക്ക്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ വർക്ക് മണ്ണഞ്ചേരിയിലാണ്. സാരഥി അതെ, ചിങ്ങം 1 ഒരാളും കൂടി ഉണ്ട്. നമ്മൾ വർക്കിന് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചായ കുടിച്ചിട്ട് പോകുന്ന ചേട്ടാ. എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. ഈ കൂട്ടാ യെസ് ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്. അതായത് ഞങ്ങൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡൻ വർക്കൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണിത്. ഇതിപ്പോൾ നമ്മൾ പുല്ല് വെച്ച് പിടിപ്പിച്ചേക്കുക, നട്ട് വെച്ചേക്കാണ്. നട്ട പുല്ല് വളർന്നുകൊണ്ടിരിക്കുക കേട്ടോ. 2 രീതി ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലും ചെയ്യും, ഇതുപോലെ നട്ട് പിടിപ്പിക്കുന്ന രീതിയിലും ചെയ്യും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നട്ട് വെച്ചതാണ്. ഈ സ്ഥലമൊക്കെ മൊത്തം ഒരു കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ് കേട്ടോ. നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ ഗ്രാവലൊക്കെ ഇറക്കി വൃത്തിയാക്കിയൊക്കെ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഏരിയ ഉണ്ടല്ലേ, ഈ ഒരു ഏരിയ ഇവിടെ നിന്ന് അങ്ങേറ്റം വരെ ഉണ്ട് കേട്ടോ. ഈ പുല്ലൊക്കെ നമ്മൾ പിടിപ്പിച്ചതാണ്. പിന്നെ നടുക്കൊരു സ്ഥലത്ത് നമുക്കിപ്പോൾ കുറച്ച് പുല്ല് പിടിപ്പിക്കാൻ വേണ്ടിയാണ്, അതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് അത്രയും സ്ഥലം നമ്മൾ ചെയ്യാതെ വിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന പോർച്ച് കണ്ടോ, അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോണെല്ലാം ഇവിടെയാണ് അടുക്കി വെച്ചിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഗാർഡൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എടാ മാറിക്കോ. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. മഴ ബാക്കി ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ കാണുന്ന സ്റ്റോൺ വർക്ക് ഉണ്ടല്ലേ, ഇതൊക്കെ നമ്മുടെ വർക്കാണ്. അതാ ഇത്രയും ഭാഗത്ത് സ്റ്റോൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ചെയ്തേക്കുന്ന സെയിം സ്റ്റോൺ തന്നെ, കടപ്പ സ്റ്റോണാണ്. പിന്നെ ഈ ബോർഡർ മാത്രമേ നമ്മൾ താണ്ടൂർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്കിന് വേണ്ടി നമ്മൾ ഈ സ്റ്റോൺ അവിടെ വെച്ചിരുന്നതുകൊണ്ടാണ് ആ ഏരിയ അത്രയും മിച്ചം വന്നത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ആവും. അപ്പോൾ അവിടെ നമ്മൾ ഗ്രാസ് വെക്കുമ്പോൾ കുറച്ച് അടുപ്പിച്ചായിരിക്കും വെക്കുന്നത്, കാരണം ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ വെച്ച് ഇത്രയും ഗ്രോത്തായി. അപ്പോൾ അവിടെ വെക്കുമ്പോഴത്തേക്കിനും ഒരേപോലെ കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടി അടുപ്പിച്ചിട്ടായിരിക്കും അവിടെ ഗ്രാസ് വെക്കുന്നത്. അതുപോലെ പിന്നെ ഉള്ളത് ആ ഒരു ഏരിയ കേട്ടോ. ഈ ഒരു ഏരിയ നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ള, അങ്ങോട്ടും കൂടി ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പം മഴ മാറുന്നതനുസരിച്ച് നമുക്ക് ബാക്കി പരിപാടി കൂടി തുടങ്ങാം. ഓക്കെ, നമ്മൾ ഗ്രാവലിട്ട് തുടങ്ങി കേട്ടോ. അത്രയും ഭാഗം ലെവലാക്കിയിട്ടുണ്ട്. വീണ്ടും മഴ, രണ്ടാമത്തെ റൗണ്ട് മഴയാണ്. പെയ്യോടാ ഇനി പണി ഞങ്ങൾ പകുതിക്ക് വെച്ച് നിർത്തി പോകും കേട്ടോ. ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല പണി. നമ്മുടെ ഗ്രാവലൊക്കെ നനഞ്ഞു പോയി. പണി ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പണി നിർത്തിയിട്ട് പോരാ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാൻ ഉണ്ടാക്കാം. നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് പണി നടക്കാത്തതുകൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. വേണ്ട, നമ്മൾ ചൂണ്ടയും ഏരിയൊക്കെ ആയിട്ട് നമ്മുടെ വീടിനടുത്തുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിട്ടാ കിട്ടും 30 രൂപ. ചൂണ്ടിടത്തില്ലേ? എപ്പോൾ പോയാലും രാലു വേണം. മീനുണ്ടോ അവിടെ? ഇവൻ പിടിച്ച് തീർത്താന്ന് തോന്നണം മീനൊക്കെ. എവിടെ? യെസ്, കിട്ടിയ ആ വണ്ടിക്കാരൻ കൊള്ളാം കേട്ടോ. പുള്ളി
പുള്ളി അടുത്തവരെ വന്നപ്പോൾ ഇറ്റിരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി മീനാണെന്ന്. എടാ അനങ്ങാതിരി എന്നാ നീ ഉണ്ടാക്കാം. അപ്പോൾ വരൽ പിടിക്കാനുള്ള ശ്രമത്തിൽ ശ്രീകുട്ടൻ ചെമ്പൽ പിടിക്കാനുള്ള ശ്രമത്തിൽ എടാ സ്ട്രൈക്കായിരുന്നോടാ? ഉണ്ടല്ലേ. അപ്പോൾ അവിടെ തന്നെ അറിഞ്ഞു ഒരു സ്ട്രൈക്ക് കിട്ടി ഗൈസ്. ഫ്രോഡ് അടിച്ചില്ലല്ലോ, ബാക്കി ഫോളോ അല്ലേ കിട്ടുള്ളൂ. അടിച്ചല്ലോ. ആ അതെന്നാടാ പൂഞ്ഞാ. നമുക്ക് അവിടെ നിന്നൊരു ഫോളോ ഉണ്ടല്ലേ. അപ്പോൾ എറിഞ്ഞു, അവിടെ തന്നെ എറിഞ്ഞു. സെയിം പൊസിഷൻ. ആ പോട്ടെ വലിച്ചു വെച്ച് പോട്ടെ. നിർത്തണ്ട. അടിച്ച് യെസ് അടിച്ചു അല്ല മീനല്ല യെസ്. അവനാ നമ്മുടെ ചൂണ്ടയിൽ ഫസ്റ്റ് മീനല്ല, ഇങ്ങനെ നമ്മൾ ഇട്ട് കാസ്റ്റ് അടിക്കുന്ന ഫസ്റ്റ് മീനാണ്. യെസ് എടാ ശ്രീകുട്ടാ, നീ കണ്ട പാമ്പിന് എന്നാ കളറായിരുന്നു? എന്റെടാ എടാ പടയുടെ കിടപ്പുണ്ട്. ബാക്കിയുടെ കിടപ്പുണ്ടോ? ഒത്തിലോട്ട് പോയിട്ട് തിരിച്ചിട്ടേ ഇങ്ങോട്ട് തല കിടക്കുന്നു. അപ്പോൾ അതാ കയറിപ്പോയി അതോട്ട്. അടിപൊളി. നോക്കൂ ഗൈസ്, നോക്കൂ, മൂർക്കനാ കയറിപ്പോയി. ഒരു കുഴപ്പമില്ലാത്ത പടം. പോയേക്കാം മൂർക്കനുണ്ട് ഗൈസ്. അടിച്ചാ എവിടെടാ കാണിച്ചേ. ലത് 11. അതെ, മൂർക്കൻ ഇങ്ങനെ അകത്തോട്ട് പോയിട്ട് വളഞ്ഞ് തല വെടിയിലോട്ട് കിടക്കും. എന്നിട്ടാണ് കയറി അകത്തോട്ട് പോയത്. അണ്ണാ ചേര കിടക്കണം. വെള്ള കളറായിരുന്നല്ലോ ആദ്യം പറഞ്ഞത് വാലിന്. മൂർക്കൻ ഇഷ്ടം പോലെ ഉണ്ടോ അവിടെ? ഒരു കാര്യമില്ല ഗൈസേ. നമുക്ക് അവിടുന്ന് നമ്മൾ ഫ്രോഗ് കാസ്റ്റ് ചെയ്തിട്ട് ഒരു വരാലെല്ലാം കിട്ടി. പിന്നെ അവിടെ നിന്നൊരു മൂർക്കനെ കണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറി കേട്ടോ, അടുത്ത സ്ഥലത്ത് നോക്കാൻ തുടങ്ങിയിട്ട്. അവിടെ മീൻ ഇനിയുണ്ട്. നമുക്ക് മീൻ ഫോളോ കിട്ടിയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി നോക്കാം അവിടെ. തൽക്കാലം നമുക്കിവിടെ ഇപ്പുറത്തോട്ട് മാറിയൊരു സ്ഥലത്ത് ഒന്നുകൂടി നോക്കാം. എന്നാടാ അത്? ഉടുമ്പാണ്. അത് ഇല്ലേ കയറിപ്പോണു. പോട്ടെ. ഓൺ ചെയ്താൽ കാണാൻ പറ്റുമോ? കയറിപ്പോയി. ഓക്കെ, എനിക്ക് തത്ത
നമ്മൾ ഇവിടെ നിന്നുള്ള കാസ്റ്റിംഗ് നിർത്തിയിട്ട് പോവാം കേട്ടോ. സ്ഥലം കണ്ട അടിപൊളിയല്ലേ. മീൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വന്ന് കുറച്ച് നേരം ഗായ്സേ മീൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കണ്ടോ. ഇവിടെ വന്ന് കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ സുഖമെന്നറിയാം. മഴ പിടിക്കുന്നുണ്ടേ. നമുക്കപ്പോൾ ആദ്യം ഒരു സ്ട്രൈക്ക് കിട്ടിയ സ്ഥലമില്ല, ആദ്യം ഒരെണ്ണത്തിന് കിട്ടിയ സ്ഥലമില്ലേ, അവിടുന്ന് നമുക്കൊരു 2 ഫോളോ ഒരു സ്ട്രൈക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അങ്ങോട്ട് തന്നെ ഒന്ന് പോയി നോക്കാട്ടോ. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, നേരെ പോയി നോക്കാം. ഇനി അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാലോ. ആയിക്കോട്ടെ വേണം. എന്നാ പിടിച്ചിട്ട് വാ, നിങ്ങൾ പയ്യെ ചലിക്കട്ടെ. ബഫല്ലോ ഗ്രാസ് എറിഞ്ഞു കഴിഞ്ഞു. അവിടെ ഉണ്ട് കേട്ടോ, അവിടെ നിന്ന് നമുക്ക് സ്ട്രൈക്ക് കിട്ടിയായിരുന്നേ. ഇതാണ്ട നെല്ലി. എന്തായി? എന്താണ് നോക്കും? ആമ രാത്രി പണിയാടാ ഈ സാധനം. നമ്മൾ വണ്ടി ഓടിച്ച് കയറ്റി കഴിഞ്ഞാലേ വണ്ടി മറിഞ്ഞു. അവിടേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. കിട്ടിയാ? ഓ യെസ്. കാണിച്ചേ, നീ കാണിച്ചേ. അത് ഒന്നെങ്കിൽ ഒരു ചെമ്പല്ലി. ആ വീഡിയോ കളഞ്ഞേക്ക്, ഞാൻ പറയാം. അവിടെ ഒന്നെങ്കിൽ അത് ചെമ്പല്ലി അല്ലെങ്കിൽ ഒരു വരാലി. എന്നാ പിടിയാണ്. ആ ശെറ്റ ഓരെടുത്തെറിയാം. കല്ലും മുട്ടി കല്ലട മുട്ടി. ആ അതിന് ഊരെടുക്കാൻ പാടായിരിക്കുമല്ലോ. ഗ്ലൗസ് വേണോ? ഇവിടെ അതാ വിഴുങ്ങി അകത്തു പോടാ. ഓ കറക്റ്റ് ആയിരുന്നല്ലേ, ഞാൻ വീഡിയോ ഓൺ ചെയ്തപ്പോൾ തന്നെ കിട്ടി സാധനം. പോരട്ടെ ബാപ്പ നമുക്ക് ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയിട്ട് അങ്ങോട്ട് പോവാം. എവിടെയാടാ? ഇതാണ് അത്, ആ ഒരു മൂലക്കറി ഞാൻ പറഞ്ഞില്ലേ. മരുന്നുണ്ടോ? നമുക്ക് നോക്കിയേക്കാം. അവിടെ കൂടി നോക്കിയിട്ട് നമുക്ക് ഇട്ടേക്കാം. വരുന്നേ അപ്പുറത്തെ പറമ്പിൽ നിന്നൊരു വിളി കേട്ടോ കേട്ടാ. എന്തോ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വരുന്നേ എടാ, എങ്ങനെയാണ് അങ്ങോട്ട് പോയത് നിങ്ങൾ? ആ യെസ്, അടി കിട്ടി. അയ്യോ, മാർക്ക് എന്തോ കിട്ടിയിട്ടുണ്ട്. കിടന്ന് വിളിക്കുന്നുണ്ട് അവിടെ കിടന്ന്. എന്തേ എടാ, ഇത് നമ്മുടെ ഫ്ലോഗിലടിച്ചോ? കോപ്പ് വന്നാൽ മതിയായിരുന്നു, വീഡിയോ കിട്ടിയാനല്ലേ. ആടോ നൈസ്. അപ്പൂ പ്രൗഡ് ഓഫ് യു. എന്നാ ഞാൻ പോയിട്ട് വരാടാ. നീ അപ്പോ അണ്ണ എന്താണ്
എടാ കിറ്റ് എടാ പൂ കിറ്റെന്ന് പറഞ്ഞു. ഇത് വരാലല്ലോ ആണോ? ഇത് എങ്ങനെയാ കണ്ടാ തിരിച്ചറിയുന്ന വരാൽ? ആ അതാണല്ലേ. ഓക്കെ ഇല്ല ഇത് വരാല. ആണോ? ചെയർമാനാണെങ്കിൽ ഇവിടെ പാട് വരുവാണ്. ദിനോലിനെ വിളിക്കണം. ഇവൻ അപ്പോഴേ പറഞ്ഞു നമുക്ക് ഇങ്ങോട്ട് പോരാ ഇങ്ങോട്ട് പോരാന്ന്. ഈ സ്പോട്ടിൽ നിന്നാണ് കേട്ടോ ആ മീൻ അടിച്ചത്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മൾ അപ്പുറത്തിരിക്കുകയല്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഓടി ഇവിടെ വരുമ്പോഴത്തേക്കിനും മീനടിച്ച് കയറി. ഞങ്ങളുടെ കിറ്റ് കീറിപ്പോയത് അത് മറ്റേ മീൻ താഴെ പോയി. എടാ മറ്റേതിട് ഒരു ഈർക്കിലിട്, എന്നിട്ട് ഈർക്കിലി കയറ്റി അവന്മാരൊക്കെ ഈർക്കിലി കയറ്റി. അല്ലല്ല മറ്റേത് ചെറിയ മീനെ ഈർക്കിലി കയറ്റി വരാലിന്, എന്നിട്ട് ഇതിനകത്ത് പൊഞ്ഞു പിടിക്കാം. അതെ അതെ ദേടാ 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 ഇത്രയല്ലേ വരലില്ല. ഓക്കെ എന്നാൽ അവിടെ നിന്നും കൂടി കെട്ടിയേച്ചാൽ മതി. ഇവന്മാരെ എടുക്കും. ഇതിൽ അടിച്ച് മക്കളെ മൂന്നാമത്തെ വരെ പിടിച്ചോ പിടിച്ചോ. ഇതിവിടെ കിടക്കേ കാക്ക എടുത്തുണ്ടു. യെസ് ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെ വരാൽ പിടിച്ചേക്കാം കേട്ടോ. യെസ്, അങ്ങനെ അടുത്തത് കേട്ടോ. നമ്മൾ നമ്മുടെ ചൂണ്ട മേടിച്ചിട്ട് ഫ്രോഗ് ഇട്ട് ആദ്യമായിട്ടാണ് മീൻ പിടിക്കുന്നത് കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് മൂന്നാമത്തെ മീനാണ് കിട്ടിയേക്കുന്നത്. കണ്ടല്ലേ ഗായ്സേ, ഞങ്ങളപ്പോൾ ഞങ്ങളുടെ ഗായ്സേ ഞങ്ങൾ ഫിഷിങ് കഴിഞ്ഞ് തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം മീനൊക്കെ കിട്ടി കണ്ടല്ലോ. മൊത്തത്തിൽ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാവേ. അധികമൊന്നും മീൻ പിടിച്ചില്ല, കാരണം ഇവർ രണ്ടുപേരും മാത്രമാണ് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഫിഷിങ് ചെയ്തത്. എനിക്ക് പിന്നെ വയ്യാഞ്ഞുകൊണ്ട് ഞാൻ അധികം ഇടപെട്ടില്ല. ഇടപെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചാക്കുമായിട്ടൊക്കെ പോകേണ്ടി വന്നേനെ. ഇടപെടാത്തതുകൊണ്ട് അല്ലേ. അത് ഇതിനകത്തൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഇഷ്ടംപോലെ കരുത്തലുണ്ട് കേട്ടോ. കണ്ട ബാ, അത് അകത്തുനിന്ന് ഓണാക്കണോടാ. ഓണായാ? ഓ, ഇതിനകത്ത് വെള്ളം ഉണ്ടോ? കാണാൻ പറ്റില്ല. നമ്മൾ പിടിച്ച മീൻസ് ഒക്കെ നമുക്ക് പിടിച്ച മീൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ വെള്ളമൊന്നും കളട്ടെ. എല്ലാം ഒട്ടുമിക്ക മീൻ ജീവനോട് തന്നെ ഉണ്ട് കേട്ടോ. എടാ അവനൊന്ന് താഴെ നിർത്തിട്ട് ഒന്ന് മറിച്ചടാ. ഇവിടെ കാണിച്ചു തരാട്ടാ. മീൻ കാണിച്ചു തരാവേ. ചാടിപ്പോവല്ലേ. അതുകൂടി പിടിച്ചിട്ടുണ്ട്. ആ ഫാൻ അങ്ങനെ പിടിച്ചിട്ടുണ്ട് ഒഴുക്കി. അപ്പം ചാടിപ്പോത്തില്ല. യെസ്, കണ്ടാ ആണ് നമുക്കിന്ന് കിട്ടിയ ഞണ്ടില്ല. കണ്ടാ ജിജിമോനെ, മീമി കണ്ടടാ. മീമി എങ്ങനെയുണ്ട്? കൊള്ളാം. ആ കറി വെക്കേണ്ടി വരും. പിന്നെ നമ്മൾ പിടിച്ചല്ലേ, നമുക്ക് കറി വെക്കണ്ടേ. കറി വെക്കുമ്പോൾ കൊച്ചിന് തരാം കേട്ടോ. കുറച്ച് നമുക്ക് വറക്കാൻ മതി.
വെള്ളത്തിൽ തന്നെ ഇട്ടേക്കാം. ഓക്കെ, മീനിന് ജീവനുണ്ട്, അപ്പോൾ നമുക്ക് വെള്ളത്തിൽ തന്നെ ഇട്ടേക്കാം കുറച്ച് നേരം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് മീൻ പിടിക്കാൻ പോയിട്ട് മീനൊക്കെ കിട്ടി. പറയൂ ചേ, നമ്മളെവിടെ പോയേ? മീൻ പിടിക്കാനല്ല, ഫ്രോഗ് മേടിക്കാൻ പോണെന്ന് പറ. ഒക്കെ നമുക്ക് 2-3 മീൻ കിട്ടുമായിരുന്നേ. അപ്പോൾ നമ്മുടെ ഫ്രോഗ് അത്ര പോരാ, അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഒന്ന് ഫ്രോഗ് മാറ്റി പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ഇവിടുത്തെ കട, നമ്മുടെ അടുത്തുള്ള കട കേട്ടോ, കടയിൽ നിന്നൊരു ഫ്രോഗ് മേടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കാം അടുത്ത ഏതെങ്കിലും ഒരു ദിവസം ഒഴിവ് കിട്ടുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രോഗ് നോക്കാം. ഓസ്കാർ, അതിൻ്റെ പേര് പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. അത് ഗോൾഡ് ഫിഷ്.